ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. അഹം പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു ആ ഗുരുവിനെ. ബുദ്ധിഭൂതം, ബുദ്ധിക്ക് കാരണഭൂതനായ, ത്രിലോകേശം, മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനായ ആ സാക്ഷാൽ ബൃഹസ്പതിയെ, ദേവ ആചാര്യനായ വ്യാഴത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ഒരു വർഷമായി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ. കാരണം എന്താണ്? വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും തന്നെ പരമോച്ചമായ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെയധികം മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഉണ്ടാകും. കാരണം വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. വ്യാഴം അതിനാൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എപ്പോഴും പൂർണ്ണതയിലെത്തിക്കുവാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും അതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യാഴത്തിന് കഴിയും. ആ ഒരു ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതി ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. കർക്കിടകം 5 വ്യാഴത്തിന് അത്യുച്ചവും മകരം 5 അതിനീചവുമാകുന്നു. ഇവിടെ കർക്കിടകം ഒരു പ്രത്യേകത, കർക്കിടകം ഒരു ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന, ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓയിൽ, തൈലം ഇതുമായി ബന്ധപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഗമനാഗമം, യാത്ര, സഞ്ചാരം, അതിൻ്റെ ക്രയവിക്രയം ഇതൊക്കെ കർക്കിടക രാശി കൊണ്ടാണ് ചിന്തിക്കുക. അതിനാൽ ലോകത്തിലുള്ള ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു സംയമനത്തിലൂടെ മാറി നല്ല ഒരു പദത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേശ്വരാണം ധിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്യ ദേവാഹ തത് പ്രാതികൂല്യ സതി നാനുകൂലാഹ. വ്യാഴം വിശ്വസ്തനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അനിഷ്ടസ്ഥനാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അത്രത്തോളം ശക്തമാണ് വ്യാഴം. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായിട്ട് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സസ്മൃത. അമരരാജമന്ത്രിണ, ദേവന്മാരുടെ മന്ത്രിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അത്രത്തോളം വ്യാഴത്തിൻ്റെ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ധീജിത് പുത്ര അംഗസൗഖ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങളാണ്. ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, പുത്ര അംഗസൗഖ്യങ്ങൾ, സന്താന ശ്രേയസ്, ശാരീരികമായ സുഖങ്ങളെല്ലാം തന്നെ. അതിനുമപ്പുറത്ത് ഞാൻ പറഞ്ഞു വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു വ്യാഴം. അതിനാൽ സാമ്പത്തിക രംഗത്ത് ഈ കർക്കിടക മാസത്തിൽ വ്യാഴം വരുന്ന സമയം മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായിരിക്കും. വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം പൂർണ്ണമായും വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും അധികം നിൽക്കുന്നത് ശനിയാണ് 2.5 വർഷം, പിന്നെ രാഹു കേതുക്കൾ 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം പൂർണ്ണമായും. എപ്പോഴാണ് വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. വ്യാഴം 1201 ഇടവമാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അവിടുന്ന് ഒരു വർഷക്കാലം. അതിനിടയിൽ വ്യാഴത്തിന് ആദിത്യനോട് വളരെ അടുക്കുമ്പോൾ മൗഢ്യമുണ്ടാകാം. അപ്രകാരം തന്നെ വ്യാഴം വക്രിയായിട്ട് സഞ്ചരിക്കാം, അതിചാരത്തിൽ സഞ്ചരിക്കാം. എങ്കിലും ഈ ഒരു വർഷക്കാലം ലോകം സുരക്ഷിതമായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരിക? മേടം രാശിക്കാർക്ക് മിശ്രഫലത്തെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അത്ര ശുഭമല്ല, 3-ാം ഭാവത്തിലാണ്. അത് അഷ്ടമാധിപത്യ ദോഷവുമുണ്ട്. ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് വ്യാഴം അങ്ങേയറ്റം അതിശക്തമായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ഭാഗ്യാധിപനാണ്. സമ്മിശ്ര ഫലം ഉണ്ടാകാം. പലപ്പോഴും ജന്മവ്യാഴം അത്ര ഗുണമല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 12-ാം ഭാവത്തിലായിരുന്നു, വളരെ ദുർബലമായിരുന്നു. പലപ്പോഴും ജന്മവ്യാഴത്തിൽ അതിനേക്കാളും കുറച്ച് നന്മകളൊക്കെ ആകാം. അത് വിശദമായി ഓരോ രാശിക്കാരുടെ ഫലം നാം ചർച്ച ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ദുർബലമാണ്, 12-ലാണ്. കന്നി രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ലതാണ്, 11-ലാണ്.
തുലാം രാശിക്കാർക്കും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. മാനസിക പ്രയാസങ്ങളില്ലാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു, അത്ര ഗുണമല്ല. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണമല്ല, 6ാം ഭാവത്തിലാണ്. മീനൻ രാശിക്കാർക്കും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഈ 12 രാശിക്കാരിലും മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്കും ഗുണമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മീനൻ രാശിക്കാർക്കും വളരെ ഗുണമാണ്. ഇനി നമുക്ക് സവിസ്തരം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം പരിവർത്തനത്തെ പ്രദാനം ചെയ്യുന്നെന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ ധനുരാശിയുടെ അധിപനാണ് വ്യാഴം. ആ വ്യാഴം എവിടെ നിൽക്കുന്നു? കർക്കിടക രാശിയിൽ, തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ. പക്ഷേ ഏതാണ് ഭാവം? ജ്യോതിഷത്തിൽ അങ്ങേയറ്റം മോശപ്പെട്ട ദുർബലമായ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു എന്ന ഒരു വൈപരീത്യമുണ്ട് ധനുരാശിക്കാർക്ക്. നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുമ്പ് ആരാണ് ധനുരാശി എന്ന് നിങ്ങൾ അറിയണ്ടേ? മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത്. ഒന്ന് ധനുരാശിയുടെ ലഗ്നത്തിൻ്റെ, ധനുലഗ്നത്തിൻ്റെ, ധനുരാശിയുടെ തന്നെ ആധിപത്യം. മറ്റൊന്നോ 4ാം ഭാവാധിപത്യം. എന്താണ് ലഗ്നം? ലഗ്നാധിപത്യം ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോ വപുശ്ച തത്സർവം ചിന്തനീയം വിലഗ്നത. ലഗ്നത്തിലാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ പേഴ്സണാലിറ്റി നാം അറിയുക. തൻ്റെ സ്വസ്ഥമായ അവസ്ഥ, സ്ഥിതി, യശസ്, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, വിജയം, ശരീരം, ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് ലഗ്നഭാവം കൊണ്ടാണ്. ഒരു ഗ്രഹം അഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭാവത്തിലൊക്കെ വളരെയധികം നാശമുണ്ടാക്കും ഈ വ്യാഴം. ഒരാളുടെ വ്യക്തിത്വം തകർന്നു പോകുന്ന അവസരങ്ങൾ വരും. തൻ്റെ പേഴ്സണാലിറ്റി തനിക്ക് എവിടെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സംജാതമാകുന്നത്. അതിനാൽ വളരെയധികം ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് അറിയുക. 4ാം ഭാവാധിപത്യമുണ്ട്. ഭൂമി നഷ്ടപ്പെടുക, എത്രയോ കാലമായി വിൽക്കാൻ പറ്റാത്ത ഭൂമി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച ധനം നഷ്ടപ്പെടുക, സ്വർണം നഷ്ടപ്പെടുക. വ്യാഴത്തിന് സ്വർണത്തിൻ്റെ കാരകത്വവും പറഞ്ഞിട്ടുണ്ട് വരാഹമിഹിരാചാര്യൻ. ക്ഷേമശ്വ ആത്മജ അംബരജയ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കാരകത്വവും വ്യാഴത്തിന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അമ്പരങ്ങൾ നശിക്കുക, വസ്ത്രം നശിക്കുക. വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു. തൻ്റെ അധികാരം, പവർ, പൊസിഷന് താഴെ വീഴുക, നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ ആകെ ബുദ്ധിമുട്ടുകൾ വരുന്നൊരു വർഷമാണ് ഈ വ്യാഴം ധനുരാശിക്കാർക്ക് സമ്മാനിക്കുക. വളരെ ശ്രദ്ധിക്കണം. വാഹനാപകടം ശ്രദ്ധിക്കുക, ഭൂമി നഷ്ടപ്പെടുക. പലപ്പോഴും ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമാണ്. അതിനാൽ വിൽക്കാൻ വെച്ച സ്വത്ത് പെട്ടെന്ന് വിറ്റ് ധനം സമാഹരിക്കുവാൻ ഈ വ്യാഴം സപ്പോർട്ട് ചെയ്യും. ഇവിടെ ബ്രാഹ്മണ പ്രീതി ചെയ്യണം, വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. നിർബന്ധമായും എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് തുളസിമാല പ്രാർത്ഥനയായി വഴിപാടായി സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അപ്രകാരം നാരായണ കവചം ജപിക്കുക. ഇതൊക്കെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാകട്ടെ ധനുരാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ജാഗ്രത പാലിക്കണം ധനുരാശിക്കാർ. അവർക്കവിടെ കണ്ടകശനിയുമുണ്ട്, 4ൽ ശനിയാണ്. അതിനാൽ ആ ശനിയും ഈ വരുന്ന വർഷമൊക്കെ തന്നെ കണ്ടകശനിയും അഷ്ടമ വ്യാഴവും വളരെയധികം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിപ്പിക്കും. കഫജന്യമായ രോഗങ്ങൾ നോക്കണം. പെട്ടെന്ന് കഫജന്യമായ ആധിക്യം വന്ന് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വ്യാഴം. ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം വളരെ കുറയും. അതിനാൽ അധികം ചിന്തകൾ പാടില്ല. സൂക്ഷ്മ ഊഹ ആഗമ നൈപുണം വ്യാഴമുണ്ടാക്കുന്ന രോഗമാണ്. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കുക. ശ്രവണരോഗ്, ഇയർ നോസ് ത്രോട്ട് ആയി ബന്ധപ്പെടുന്ന ENT ബേസ്ഡ് ആയ രോഗങ്ങൾ, കഫജന്യമായ ബുദ്ധിമുട്ടുകൾ. വൈരം വിധർമാസിദേഹി, തൻ്റെ അഭിപ്രായത്തിന് എതിരെ പറയുന്നവരോട് വിദ്വേഷം വെച്ച് പുലർത്തും ഈ വ്യാഴം. അതിനാൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വ്യാഴത്തിന് ധനുരാശിക്കാർ എന്ന് പ്രത്യേകം പറയട്ടെ. തൻ്റെ വീട് വിട്ടു പോകും, പ്രകോപനമുണ്ടായി വീട്ടുകാരോട് പിണങ്ങി വാടക വീട്ടിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോഴാണ്, ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോഴാണ് അറിയുക ഇത്ര കാലം
ഒരു വീട്ടിൽ നിന്ന് കൂട്ടുകുടുംബമായി ജീവിച്ചപ്പോൾ താനും ഒന്നും അറിഞ്ഞില്ല. അതിനാൽ എടുത്തു ചാടരുത്. ചിരൊന്നവസ്ഥയിൽ പൈതൃകം ചെയ്വ ഗേഹേ, തൻ്റെ വീട്ടിൽ നിൽക്കാത്തൊരവസ്ഥ വരും. പലപ്പോഴും ജോലി സംബന്ധിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയുമാകാം. ചിരസ്ഥായിനോ തദ്ഗ്രഹം തസ്യ ദേഹ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥകൾ വളരെ മോശമായി. ചിരന്നോ ഭവേ തസ്യ നീരോഗമംഗം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം വിട്ടുപോകില്ല. ഗുരു മൃത്യുകോ യസ്യ വൈകുണ്ഠഗന്ധ, മരിക്കുന്നവർക്ക് ഈ വ്യാഴം ഒരു സമ്മാനം നൽകും. സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകും. പലപ്പോഴും വളരെ കഷ്ടപ്പെടുന്നവർക്ക്, പ്രായമുള്ളവർക്കൊക്കെ കഫജന്യമായ കഫാധിക്യം വന്ന് പെട്ടെന്ന് തന്നെ ശ്വാസം ബ്രീത്തിങ് പ്രോബ്ലം വന്ന് മരിക്കുന്നൊരവസ്ഥയൊക്കെ വരും. അവർ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് ചമത്കാര ചിന്താമണി ആചാര്യൻ പറയുന്നത്. വരാഹമീരാചാര്യൻ പറഞ്ഞത് ഒറ്റ ഫലമാണ്. 8-ൽ വ്യാഴം വരുമ്പോൾ നീജ അനുചിത കുലകർമ്മ, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങളിലൊക്കെ എടുത്തു ചാടി താൻ ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇവിടെ മനസ്സിലാക്കണം, വ്യാഴം ഉച്ചസ്ഥനായി സ്വന്തം ക്ഷേത്രത്തിലാണ്. നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട ധനുരാശിക്കാർ ഈ വ്യാഴത്തിന് ഒരു വർഷക്കാലം വരുന്ന സമയം വിഷ്ണു ക്ഷേത്ര ദർശനം, അതിന് പുറമെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ നിങ്ങൾക്കാകുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. എല്ലാ മലയാള മാസവും 1-ാം തീയതി സംക്രമദിനം അവിടെ പോവുക. മലയാള മാസം 1-ാം തീയതി അവിടെ വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിച്ച് ഈ വ്യാഴത്തിൻ്റെ ദോഷഫലത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ ശ്രദ്ധിച്ച് നേരിട്ടാൽ വ്യാഴം ബുദ്ധിമുട്ടിപ്പിക്കാതെ മുന്നോട്ട് പോകും. പ്രാർത്ഥനയിലാണ് ഏറ്റവും വലിയ ഫലം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മുക്തരാവുക എന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധനുരാശിക്കാരെ ഓർമ്മിപ്പിക്കുന്നു. നമസ്തേ.